സി മുകുന്ദനെ UDF-ൽ എത്തിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചതിനൊക്കെ പിന്നാലെ നാട്ടികയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിനെതിരെ പരാതി. KPCC സെക്രട്ടറി ജോസ് വള്ളൂരിനെ ബോധപൂർവം അപമാനിക്കുന്നതായി നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടികയാണ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മുകുന്ദനെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃശ്ശൂരിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. നേതാക്കൾ ചേരിതിരിഞ്ഞതോടെ ഗ്രൂപ്പ് തിരിഞ്ഞ് സംരക്ഷണ കവചവും ഒരുക്കുന്നുണ്ട്. CPI വിട്ട CC മുകുന്ദനെ UDF-ൽ എത്തിക്കാൻ KPCC സെക്രട്ടറി ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ ശ്രമത്തെയാണ് സുനിൽ ലാലൂർ വിമർശിച്ചത്. BJP മനസ്സുള്ളവരെ പാർട്ടിയിലെത്തിക്കാൻ ഡൽഹിയിൽ കൊണ്ടുപോയവർക്കുള്ള മറുപടി ജനവിധിയിൽ കാണാമെന്നായിരുന്നു സുനിൽ ലാലൂരിന്റെ പ്രതികരണം. ഇതിനെതിരെയാണ് ഷൈൻ നാട്ടിക പരാതി നൽകിയത്. UDF സ്ഥാനാർത്ഥി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. ജോസ് വള്ളൂരിനെ അവഹേളിച്ച സുനിൽ ലാലൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നും ആവശ്യമുണ്ട്. വിമർശനത്തിന് പിന്നാലെ സുനിൽ ലാലൂരിനെതിരെ സമൂഹ മാധ്യമത്തിൽ ജോസ് വള്ളൂർ വിഭാഗം കടുത്ത ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സുനിൽ പരാജയം ഉറപ്പിച്ചെന്നും അതിനായി മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും ജോസ് അനുകൂലികൾ പറയുന്നു. KPCC-യും മുതിർന്ന നേതാക്കളും അറിഞ്ഞാണ് CC മുകുന്ദനുമായി ജോസ് വള്ളൂർ ചർച്ച നടത്തിയത്. ഇക്കാര്യം മറച്ചുവെച്ചാണ് സുനിലിന്റെ ആരോപണമെന്നും ജോസ് അനുകൂലികൾ പറയുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി നടപടി ഇനി എന്താകുമെന്നാണ് കണ്ടറിയേണ്ടത്. ജനം, തൃശൂർ.